ഇനി ATS ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ CV വളരെ സിമ്പിൾ ആയിട്ട് ഇതാക്കാൻ നോക്കുക. ATSൽ ചെയ്യുന്ന സമയത്ത് എന്താ വേണമെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ടേബിൾസ്, കോളം, ഐക്കൺ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ATSന് ഇത് വായിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പം നോർമലി റിജക്ഷൻ ആയിരിക്കും വരുന്നത്. CV നല്ലതായിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ടാകും, റിജക്റ്റഡ് ആകും. അപ്പോൾ എപ്പോഴും ഒരു സിംഗിൾ കോളം ഫോർമാറ്റ് ലേഔട്ട് ഇതാക്കുക. വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോണ്ടുകൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏരിയൽ, ടൈം ന്യൂ റോമൻ, കാലിബറി ഇതൊക്കെ മാതിരിയുള്ള ഇതെല്ലാം യൂസ് ചെയ്യുക. പിന്നെ മാക്സിമം ഫാൻസി ഹെഡ്ലൈൻസ് ഒക്കെ ഒഴിവാക്കുക. വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കില്ല് ഇത് മാത്രം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. ബാക്കിയുള്ള ഫാൻസി ഹെഡിങ്, എന്താ പറയുക, ഇപ്പോൾ പ്രൊമോഷൻസ് കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. കറക്റ്റായിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന എന്ത് ജോലിക്കാണ് അതിന് വേണ്ടിയിട്ടുള്ള കീവേഡ്സിനകത്ത് ആഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഏറ്റവും ഷോർട്ടായിട്ടുള്ള വേർഡുകൾ കൊടുക്കാൻ ശ്രമിക്കും. അത് മാറ്റിയിട്ട് ഫുള്ളായിട്ട് തന്നെ ഇതാക്കുക. ഇപ്പോൾ നമ്മുടെ ജെൻഡർ എന്താണ് എന്ന് ചോദിക്കുന്നത്, ഇതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മെയില് ഫീമെയിൽ എന്നിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ഇൻറ്റു അല്ലെങ്കിൽ ടിക്കായിരിക്കും ഇതാക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ഇതിനകത്ത് ഒപ്റ്റിമൈസർ അല്ലെങ്കിൽ ഈ ഒരു ATSമായിട്ടുള്ള സിസ്റ്റത്തിന് ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക. ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾ കറന്റ് ഇപ്പൊ എന്താണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയാണ് കൊടുക്കേണ്ടത്. അതിലേക്ക് പുറകിലേക്കാണ് നിങ്ങളുടെ ഓരോ ജോലികളും നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ കൊടുക്കേണ്ടത്. നമുക്ക് ആ കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കീവേഡുകൾ കൊടുക്കുക. അതായത് മാനേജ്ഡ് ബൈ അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ ഇത്ര പെർസെന്റേജ് എന്നൊക്കെ ഉള്ള. അതായത് ഞാൻ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു, ഐ ഹാവ് ഇൻക്രീസ്ഡ് 20% ഓഫ് സെയിൽസ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുക. അതായത് നെയിം, ഫോൺ നമ്പർ, പ്രൊഫഷണൽ ഇമെയിൽ മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില ATSകളിൽ നമ്മുടെ ഫോട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പല MNCകളിലും ഉള്ള ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ റീഡ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതെവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് റെലവന്റ് ആണോ എന്ന് നോക്കിയ ശേഷം മാത്രം കൊടുക്കുക. പിന്നെ എപ്പോഴും ഈ ഫയൽ ഫോർമാറ്റ് സേവ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യുന്നത്, PDF അല്ലെങ്കിൽ DOCX ഇതിനകത്ത് നിങ്ങളുടെ പേരിനകത്ത് CV എന്ന് ഇതാക്കിയിട്ട് ഇതാക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ അവിടെ രാഹുൽ _ കൊടുത്തിട്ട് റെസ്യൂമെ അല്ലെങ്കിൽ കരിക്കുലം വിട്ട .pdf എന്നുള്ള രീതി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ATSനകത്ത് സെലക്ട് ചെയ്യാനും എടുക്കാനും അത് എളുപ്പമുണ്ടായി. കരിയർ ഗൈഡൻസിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. നന്ദി.